എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹെയർ നമ്മൾക്ക് എങ്ങനെ വാക്സ് ചെയ്യാം, ഹെയർ റിമൂവിങ് വാക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാം, നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് എങ്ങനെ അതുണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഞാൻ ആകെ ഒരു തവണയാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വാക്സ് ചെയ്തിട്ടുള്ളത്. അന്നെന്ന് പറയുന്നത് 2 കൈയും 2 കാലുമാണ് ചെയ്തത് കേട്ടോ, വാക്സ് ചെയ്തത്. അപ്പോൾ ഭയങ്കര കാശ് കൊടുക്കേണ്ടി വന്നു, അതായത് കുറേ കാശ് ചിലവായി. അവരിതിന് കുറേ കാശ് വാങ്ങുന്നുണ്ട്, എമൗണ്ട് വാങ്ങുന്നുണ്ട്. എല്ലാ ബ്യൂട്ടി പാർലറിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അതെന്ന് തോന്നുന്നു കേട്ടോ, നല്ല കാശ് വാങ്ങുന്നുണ്ട് അവർ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതിന് ഒട്ടും ചിലവില്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീരെ ചിലവില്ല. അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. അവരാകെ എക്സ്ട്രാ വാക്സിൻ സ്ട്രൈപ്പുകൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സ് ഉണ്ടാക്കാൻ പറ്റും, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം വളരെ ഈസിയാണ്. ആദ്യം എന്ന് പറയുന്നത് ഞാൻ ഈ വാക്സിൻ ക്രീമുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ വാക്സിൻ ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല. അതായത് അതിൻ്റെ പ്രിക്കോഷൻസിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ അധികം നേരം സ്കിന്നിൽ വെക്കാൻ പാടില്ല. 6-5 മിനിറ്റിന് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആകും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. എന്നിട്ടും നമ്മളത് അറിഞ്ഞിട്ടും, അപ്പോൾ അതിൽ അത്രയും ഭീകരമായ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞിട്ടും നമ്മളത് തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം അത് അഫോർഡബിൾ ആണ്, ഈസിയാണ് അപ്ലൈ ചെയ്യാനൊക്കെ. അത് കരുതിയിട്ട് വാക്സ് പലർക്കും വീട്ടിലുണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. എനിക്കറിയണ്ടായിരുന്നില്ല, ഇപ്പം മിക്കവർക്കും അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് കണ്ടോ, ഇതുമാതിരിയുള്ള വീറ്റൊക്കെ പോലെയുള്ള വാക്സിൻ ക്രീമുകളായിരുന്നു. ഇത് എക്സ്പയർഡായി ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കുറേ ഉണ്ട് കണ്ടോ. വാക്സിൻ ചെയ്യാൻ പഠിച്ച പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ വാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 100% നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ്, ഒട്ടും കെമിക്കൽസ് ഇല്ല. ഇത് ചെയ്തതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പൊള്ളാണ്ട് നോക്കണം, അതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വഴിയേ വരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഈ വരുന്ന വീഡിയോ കണ്ടോട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കീ ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്. ഇത് ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു ബൗൾ നിറയെ ഞാൻ ഷുഗറാണ് എടുത്തിരിക്കുന്നത്, പഞ്ചസാര, നമ്മുടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബൗളിൽ ആ ബൗളിൻ്റെ അരഭാഗം ലെമൺ ജ്യൂസ്, അതായത് 2 ലെമണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ലെമൺ ജ്യൂസും പിന്നെ അരഭാഗം നമ്മുടെ വെള്ളം കൊണ്ടും ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് രണ്ടും നമുക്കൊരു പാനിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറുക്കി വറ്റിച്ചെടുക്കണം. ഓക്കെ, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വാക്സ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു ബൗള് മുഴുവൻ ഷുഗർ എടുത്തിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ കുറുക്കി എടുക്കണം. ഓക്കെ, നല്ലപോലെ വറ്റിച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം, വാക്സിൻ്റെ പരിവാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മളിതിങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുമാതിരി വറ്റിച്ചെടുക്കണം. ഇതുമാതിരി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. കളറും ഏകദേശം ഇതുമാതിരി വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതുമാതിരി ആക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് വാക്സിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. ഇത് കുറച്ച് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് കട്ടയാകും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും മെൽറ്റ് ചെയ്തിട്ട് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ചെറിയ ചൂടോട് കൂടി വേണം സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ. ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെന്താ കട്ടയിൽ പോകും. അപ്പോൾ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ചൂടോട് കൂടി സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഹെയർ റിമൂവ് ആകാൻ പറ്റുള്ളൂ. പിന്നെ ശ്രദ്ധിക്കണം, നല്ല ചൂട് പാടില്ല, സ്കിൻ പൊള്ളിപ്പോകും ഭയങ്കരമായിട്ട്. ഞാനൊന്ന് ഇതിൻ്റെ ചൂട് ടെസ്റ്റ് ചെയ്തതാണ്, കണ്ടോ പൊള്ളി ഇതാണ്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പാലൊക്കെ നമ്മൾ ചൂടുണ്ടോ എന്ന് നോക്കില്ലേ, അതുപോലെ നോക്കിയതാണ് ഞാൻ. ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റില്ല, ഭയങ്കരമായിട്ട് പൊള്ളിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ട് വേണം സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ. ഇതുപോലത്തെ ഒരു കത്തി എടുത്തിട്ടുണ്ട്, പഴയതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിങ്ങനെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലത്തെ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും ഇത് കട്ടയായിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും ചൂടാക്കി കൊണ്ടുവന്നതാണ്.
അപ്പോൾ ദേ ഇതുപോലത്തെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കോട്ടൺ ക്ലോത്ത് കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ വാക്സിൻ സ്ട്രൈപ്പ് കിട്ടും, അത് നിങ്ങൾ വാങ്ങിയാൽ മതി. അതോ ഇത് വെച്ച് യൂസ് ചെയ്യാം. ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ പൊള്ളാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കത്തിയിൽ ഇങ്ങനെ എടുത്തിട്ട് നല്ല പോലെ ഊതി കൊടുക്കണം, പൊള്ളാണ്ട് നോക്കണം. ഇനി നമ്മുടെ ഹെയർ വളരണതിൻ്റെ എതിർ ദിശയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ആവശ്യമെങ്കിൽ ഇങ്ങനത്തെ ഒരു കോട്ടൺ ക്ലോത്ത് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്സിൻ സ്ട്രൈപ്പ് വാങ്ങാം കേട്ടോ. വാക്സിൻ സ്ട്രൈപ്പ് വാങ്ങിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇത് വെറുതെ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിലൊരുവിധം നല്ലപോലെ ഹെയർ പോന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ആകുമ്പോഴേക്കും ഞാൻ കാലുമേ ചെയ്യാൻ പോവാണ്. ഇത് വേഗം വേഗം ചെയ്യണം. ഭയങ്കര വേദനയാണ്. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ വാക്സ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. വാക്സിങ്ങിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാ ഈസി ആയിട്ട് നമുക്ക് ഈ വാക്സ് ഉണ്ടാക്കാമെന്ന്. ഈ വാക്സ് ഉണ്ടാക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ മനസ്സിലായില്ലേ. ഇതെന്ന് പറയുന്നത് നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞു, വളരെ നല്ലതാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒരു റെഡ്നെസ് വരും, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. റെഡ്നെസ് വരും. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ടോട്ടലി അത് പോകാൻ ഒരു ദിവസത്തോളം എടുക്കും. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഈ റെഡ്നെസ് വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് ഒരു ദിവസം എടുക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. കെമിക്കൽ ഫ്രീ ആണ്, ടോട്ടലി കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ മെനക്കെടാൻ താല്പര്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി കാശ് ചിലവാക്കി ചെയ്തോട്ടെ. കാശുള്ളവരാണെങ്കിൽ, അല്ലാത്തവർക്ക് നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്സിൻ സ്ട്രൈപ്പുകൾ വാങ്ങിയിട്ട് ചെയ്യാം. വാക്സിൻ സ്ട്രൈപ്പിന് മാത്രമാണ് ബ്യൂട്ടി പാർലറുകാർ കാശ് ചിലവാക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്. വാക്സിൻ സ്ട്രൈപ്പുകൾ അവർ വാങ്ങുന്നുണ്ട്, അപ്പം അതിന് നമ്മൾ കാശ് ചിലവാക്കണം. അത് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനത്തെ വാക്സിൻ സ്ട്രൈപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച കോട്ടൺ തുണിക്ക് പകരം കോട്ടൺ തുണി ഉള്ളവരാണെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെറുതെ ആയാലും നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ പൊള്ളാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ചൂടോട് കൂടി മാത്രം അപ്ലൈ ചെയ്യാം. ഒരു ചെറിയ ചൂട് വേണം, എന്നാലും നമ്മുടെ ഹെയർ റിമൂവ് ആകുള്ളൂ. നല്ല ചൂടും പാടില്ല, നല്ല ചൂടായി പൊള്ളി പോട്ടോ. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത ആ സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിനോട് നല്ലപോലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റിമൂവ് ചെയ്യാൻ. അതുകൊണ്ട് നല്ല ചൂട് പാടില്ല, പൊള്ളിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചെറിയ ചൂടോട്, ഒരു ഇളം ചൂടോട് കൂടി മാത്രം നമ്മളിത് അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതുമാതിരിയൊക്കെ ചെയ്യുക. പിന്നെ അബദ്ധങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക കേട്ടോ, എന്നെ പോലെ ഇതുമാതിരി ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.